വെച്ച് തുടങ്ങിയിട്ട് ഇനിയിപ്പോൾ അതിൽ നിന്ന് ചീത്ത പറയും എന്നോട് ദേഷ്യം തോന്നരുത്. കാരണം പണിക്കൊണ്ടിനി ഫുള്ള് പണിയെടുത്ത് ഊരൻ്റെ നീട്ടാണ്ട് പോയി. അപ്പോൾ ആ അവസ്ഥയാണ് നമുക്കുള്ളത്. സോ നമ്മൾ 10 ദിവസം ദുബായിലാണ്. നമ്മൾ ഭയങ്കര ഹോപ്പുകൾ വെച്ചിട്ടാണ് പോയത്. 20 ദിവസം 20 വ്ളോഗ് ദുബായിൽ നിന്ന് എടുക്കുക, സെറ്റാക്കാം അല്ലേ, എന്തൊക്കെയാണ് നമ്മളെ പ്ലാൻ, സെയിം പ്ലാൻ ഇനി. പക്ഷേ എങ്കിൽ എന്താ വെച്ചാൽ ഞങ്ങൾ ഇടനടുവിൽ പെട്ടുപോയി. വ്ളോഗ് എടുക്കാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടിയില്ല. നമുക്ക് 10-11 ഇവൻറ്റ്സ് ഉണ്ടായി. എന്താ അറിയില്ല, അൽഹംദുലില്ലാ മാഷാ അല്ലാഹ്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു ഇനി എപ്പോഴും ഇവൻറ്റിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം, എപ്പോഴും ഷോസ് ചെയ്തുകൊണ്ടിരിക്കണം, എപ്പോഴും പരിപാടിക്ക് പോകണം. അപ്പോൾ ആ ഒരു അനുഗ്രഹം പടച്ചോനെ എനിക്ക് കഴിഞ്ഞ കുറച്ചായിട്ട് വല്ലാണ്ട് തന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതിൻ്റെ ഇടയിൽ എനിക്ക് വ്ളോഗും ഇതും ബാക്കിയുള്ള പ്രൊമോഷൻസും എല്ലാം കൂടി മാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ദുബായിൽ മാത്രം നമ്മൾ 7 ചിർച്ചല്ലി തുടങ്ങുള്ളൂ, തീർച്ചയായിട്ടില്ല 7-8 വർക്കിൻ്റെ പൈസ അഡ്വാൻസ് കിട്ടിയ പൈസയാണ് നമ്മൾ സമയമില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് തിരിച്ചയച്ചു കൊടുത്തിട്ട് നമ്മൾ നാട്ടിലേക്ക് പോകുന്നത്. അപ്പം അത്രയും അസഹനീയമായ അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. പക്ഷേ മാഷാ അല്ലാഹ് നാട്ടിൽ അഫിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എന്ത് ചെയ്തതിന് കഷ്ടപ്പാടിനൊരു കുറവില്ല. അത് അതുപോലെ തന്നെ ആ കുടുംബത്തിൻ്റെ ലെവല് അങ്ങനെ തന്നെ പോകുന്നുണ്ട്. അതൊക്കെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ ഇതുപോലത്തെ ഒരാൾ നാട്ടിൽ ആവശ്യമാണ്. അപ്പം ഞാൻ അഫിക്ക് വീച്ചുവിനൊക്കെ സമ്മാനങ്ങൾ നൽകിയത് നിങ്ങളെല്ലാവരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കണം. അപ്പം ഈ വൈകിയ വേളയിൽ പറയാൻ പാടുണ്ടോയെന്ന് അറിയില്ല, എന്നാലും 20-ാം തീയതി എത്തിയ എൻ്റെ പെട്ടികളാണിട്ടത്. അതായത് ഇന്ന് എത്രാം തീയതി? 30. ഇന്ന് വ്ളോഗ് വരുന്നത് 30-ാം തീയതി 29. അപ്പം 20-ാം തീയതി പെട്ടി നാട്ടിലെത്തിയിട്ട് ഇത് പൊട്ടിക്കാൻ എനിക്ക് പറ്റിയില്ല. അക്ഷമരായ ആൾക്കാർ മുട്ടായിക്ക് വേണ്ടിയിട്ട് പൊട്ടിച്ചിട്ടാണ് എനിക്ക് പെട്ടി കിട്ടുന്നത്. ഇതിപ്പോൾ ഞാൻ പൊട്ടിക്കാൻ ഈസി ആവാൻ വേണ്ടിയിട്ട് വ്ളോഗ് ടൈം കുറേ പോകാതെക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ പൊട്ടിച്ച് വെച്ചാണ്. അതൊന്നും പൊട്ടിക്കാതെ വെച്ച സാധനങ്ങളാണ്. ഈ പെട്ടി ഫുള്ള് അഫിക്കുള്ള കേട്ടോ. അതായത് ഇതിലെ സാധനങ്ങൾ മൊത്തം ഞാൻ കൊണ്ടു നിൽക്കണത് ഫുള്ള്. ഹാപ്പിയാണോ? അനക്കും ഈച്ചുനും അല്ല ഹാപ്പി അല്ല? പിന്നെ ഹാപ്പി അല്ല എടുക്കരുത്. എടുക്കും, വെറുതെ പറഞ്ഞേ. ഞാനിങ്ങനെ അന്തം വിട്ട് മുട്ടായൊക്കെ നിർത്തി. ഓന്റെ ശരീരത്തിന് ദോഷമുള്ള ഒരു സാധനം അതിലുള്ള ഉപകാരമുള്ളതേ ഉള്ളൂ. പിന്നെ ഇതിനാണ് ഇത് ഉപകാരം വരുന്നത്. എനിക്ക് ഉപകാരം പേഴ്സണലി ശരിക്കും പൊട്ടി കേട്ടോ. അപ്പം അപ്പം നമുക്ക് നമ്മുടെ വ്ളോഗിലെ നമ്പർ കാണിച്ചു കൊടുക്കൂല. അപ്പം ഞാൻ നാട്ടിലെത്തിയപ്പോൾ എന്നെ തേടി വന്നത് എനിക്കിഷ്ടം ഇങ്ങനത്തെയൊക്കെ സൗണ്ട് ഉണ്ടാക്കാതെ പൊളിക്ക്. എനിക്കിഷ്ടം ഇങ്ങനത്തെയൊക്കെ സ്നേഹങ്ങളാണ്. അതായത് അകമഴിഞ്ഞ സ്നേഹത്തിൽ ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മളെ ഈ മനസ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അകമഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്നേഹം. അപ്പോൾ ഹായ് ഹനാൻ ഷാ, ഞാൻ ദേവിപ്രിയ, അസ്സലാമു അലൈക്കും. സത്യമാണ്. എന്താ ഹായ് ഹനാൻ ഷാ, ഞാൻ ദേവിപ്രിയ, അസ്സലാമു അലൈക്കും. സുഖമാണോ? വാലൈക്കും അസ്സലാം. ഞാൻ നിങ്ങളുടെ ഒരു ബിഗ് ഫാനാണ്. ഞങ്ങൾ ചതയംകുളങ്ങര ദേവീക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റിക്കാരാ. അസ്സലാമു അലൈക്കും. ശ്രീ സുബ്രഹ്മണ്യ സാത്രിക. ഞാൻ നിങ്ങളുടെ ഒരു ബിഗ് ഫാനാണ്. എൻ്റെ സ്പോട്ടിഫൈ തുറന്നാൽ മൊത്തം നിങ്ങളുടെ സോങ് ആണുള്ളത്. ഞാൻ നിങ്ങളെ ഇൻസ്റ്റയിൽ വന്ന് മെസ്സേജ് അയച്ചു, ബട്ട് ഇക്ക കണ്ടില്ല. ജിംഷാദ് ചേട്ടന് മെസ്സേജ് അയച്ചു, ജിംഷാദ് ചേട്ടനും കണ്ടില്ല. ജിംഷാദ് ചേട്ടൻ റിപ്ലൈ തന്നു. ജിംഷാദ് ചേട്ടനോട് ഹായ് തരാൻ പറഞ്ഞോ? എല്ലാവരും പറയലുണ്ടാവില്ല. അവിടക്ക് കിട്ടിയോ? കിട്ടി. എൻ്റെ ഇൻസ്റ്റ ID ഇതാണ്. ഇന്ന് ഇൻസ്റ്റ എടുക്കുമ്പോൾ നോക്കണം. ലൈലാൻ്റെ നിലാവതിനാലെ മജ്നൂനായി മാറും പോലെ ജന്നാത്തിലെ ബാബിൻ പടിയേലായേ. എൻ്റെ പാട്ട് എഴുതി വിട്ടിട്ടാ. ഇതെന്താ അവരൊറ്റ കുട്ടി അയച്ചത്? അത് 10 പെന്ന് മാല ഓരോരുത്തർക്കും. സൽമാൻ, ഹനാൻ, ഈച്ചു, നിഹാൽ, എല്ലാവർക്കും ഉണ്ട്. അടക്കി മാല. മതി പൊളിച്ചേ സ്റ്റീല്. ഇങ്ങനെ പാട്ട് എഴുതിയേക്കുക. ഹനാനെ ലവ് ബൈ ദേവിപ്രിയ. ഇൻസാനിയ വായന ചേച്ചി പോയാ. ഇതെന്താ വായിക്കാൻ കമന്റ്? ഇൻഷാല്ലാ മാഷാല്ലാ എഴുതി വിടണ്ടല്ലോ.
ആയിഷല്ല ദേവിപ്രിയ എഴുതി വിട്ടത്. താങ്ക് യു. നമ്മളെ ബർത്ത്ഡേക്കില്ലേ ഇന്റെ ബർത്ത്ഡേക്ക് ഉണ്ടല്ലോ ഉമ്മച്ചിയെ മറ്റേനെന്താ പറയാ അഫിയെ എൻ്റെ പെട്ടി ഞാൻ വിളിച്ചുതരാം അവിടേക്ക്. എൻ്റെ ഒരു തൃശ്ശൂർ പൂരം നടത്തുക പെട്ടിമേ. ഈ അമ്പലത്തിൽ നമുക്ക് വേണ്ടി നല്ലത് വരാൻ വേണ്ടിയിട്ട് നമ്മളെ നക്ഷത്രമൊക്കെ നോക്കിയിട്ട് എത്ര ആൾക്കാരെ വെടിവഴിപാടല്ല വഴിപാട് ഹനാൻ ഷാ. ഇന്റെ നക്ഷത്രം ഏതാ അറിയാ? ഞാൻ ഇപ്പൊ ഐഷ് എൻ്റെ പഴയ ഫോൺലൈനെല്ലാം അശ്വതിയല്ല എൻ്റെ ഇതാണ് ആ വിട്ടം ആണോ അല്ലേ? എടാ 500, 1000, 2000, 2500 വെച്ചിട്ട് അമ്പലത്തിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എന്നിട്ട് ഓല് എനിക്ക് അതിൻ്റെ ആ റെസിപ്റ്റ് കൊടുക്കും. അമ്പലത്തിൽ നിന്ന് റെസിപ്റ്റ് എനിക്ക് അയച്ച് ബർത്ത്ഡേ അല്ലേ ഇരിക്കട്ടെ നല്ലത് മാത്രം വരട്ടെ. എന്താ എനിക്ക് പറയാം, എന്തൊരു സ്നേഹം, മാഷാ അല്ലാഹ് സൂപ്പർ സ്നേഹത്താ. അപ്പം അങ്ങനത്തെ ഒന്നും ഞാൻ മുൻപ് അനുഭവിക്കാത്തട്ടാ. അതായത് നമുക്ക് വേണ്ടി നമ്മുടെ നല്ലതിന് വേണ്ടി ഇപ്പം അന്യമതസ്ഥർ വരെ ഇത്രയും പീക്ക് ലെവലിൽ കൊതിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ കാണുന്നത് ഭാഷയോ മതമോ ജാതിയോ ഒന്നുമല്ല, സ്നേഹത്തിൻ്റെ അതിർവരമ്പ് പൊട്ടിയതാണ് ഞാൻ കാണുന്നത്. പൊട്ടി ഇങ്ങനത്തെ വാക്കുകളൊക്കെ അതിർവരമ്പ്. ഞാൻ പണ്ടത്തെ മലയാളം ഭാഷയാണ്, പക്ഷെ അത്ര അറിയില്ല. അപ്പൊ ദേവിപ്രിയ ഒരു ജാക്കി ചാനെ പൊതിഞ്ഞു അയച്ചിട്ടുണ്ടോ? ഫീഫത്ത് എടുത്തോണ്ടി റെയിൻകോട്ടും വാളൊക്കെ ഉണ്ടെന്നാ. ഞാൻ നിങ്ങളുടെ വ്ളോഗ്സ് കാണുമ്പോഴും സോങ് കേൾക്കുമ്പോഴും കരയും, പൊട്ടി കരയും. എന്തിനാണ് ദേവിപ്രിയ ഇങ്ങനെ കരയണത്? കാരണം ഫാൻ ഗേളിനെ കാണണം. ഉമ്മച്ചിയും ഉപ്പച്ചിയും അന്വേഷണം പറയണം. എനിക്കൊരു ബുക്കുണ്ട്, ഇക്കയുടെ സോങ്സ് എഴുതുന്ന ബുക്ക്. ആ ബുക്കിൽ ഇക്കാൻ്റെ സോങ്സ് മാത്രമാണ് ഉള്ളത്. പിന്നെ നിങ്ങളുടെ വ്ളോഗ്സ് കണ്ടിട്ട് സംസാര രീതി തന്നെ ഇപ്പോൾ എനിക്കിഷ്ടമാണ്. ഞാൻ തൃശ്ശൂരാണ് താമസിക്കുന്നത്. സോ സീ യു. ഇനിയും ഇത് പൊള്ളട്ടെ. ഇതുപോലത്തെ ഗിഫ്റ്റ്സ് പ്രതീക്ഷിക്കുന്നു. ബൈ ദേവിപ്രിയ. ഈ ദേവിപ്രിയൻ്റെ ഇൻസ്റ്റ ഐ ഡി എടുത്തേക്കിട്ട് അപ്പോൾ അവനോട് താങ്ക് യു പറയാം. ഒരു കൊല്ലായി പൊട്ടിച്ചു തുടങ്ങിയിട്ട്. അപ്പോൾ ബാക്കി നോക്കട്ടോ. അപ്പോൾ അഫിൻ്റെ പെട്ടി, ഫസ്റ്റ് അഫിൻ്റെ പെട്ടി അൺബോക്സ് ചെയ്യാൻ പോവാണ്. ആദ്യം തന്നെ ഒരു ജീൻസ്, ഒരു ഷർട്ട്, ഒരു ഇത് അണ്ടി ട്രൗസർ, ബാർകോഡ് പൊട്ടിക്കാത്തത്, ഷർട്ട് തിരുമ്പി മറ്റേ ഇതേത് ഷർട്ട് ദുബായിക്ക് കൊണ്ടുപോയിട്ട് ഇടാതെ കൊടുന്ന ഷർട്ട്, ഇട്ടിട്ട് തിരുമ്പിയിട്ട് അയൺ ചെയ്ത് വന്ന ഷർട്ട്, തിരുമ്പാത്ത ട്രൗസർ, തിരുമ്പിയ ഷർട്ട്, തിരുമ്പിയ പാൻറ്, ഈ ട്രൗസറാണ് എനിക്ക്, ഇടാത്ത ട്രൗസർ, ഇട്ട ഷർട്ട്, ഇടാത്ത ജാക്കറ്റ്, ഷൂ, ഇട്ട ഷൂ, ഹനാൻ ഷാന്റെ ഒരു പെട്ടി, ഒരു ജാക്കറ്റ്, ഒരു ഷർട്ട്, ഒരു പാൻറ്, വീണ്ടും ഒരു ഷർട്ട്, തിരുമ്പിയ ട്രൗസർ, തിരുമ്പാത്ത ഷർട്ട്, ഒരു പെട്ടി മൊത്തം സാധനങ്ങളാണ് ഞാൻ അഫിക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അഫി എന്ത് പറഞ്ഞു? ഷുഗർ കട്ടാണ്, അപ്പൊ ഷുഗർ ഉള്ള സാധനങ്ങളൊന്നും അതിൽ ഉൾപ്പെടുത്തില്ല. അപ്പൊ പറഞ്ഞ പോലെ തന്നെ കാണികളൊന്നും കണ്ടുനോക്കുക, അതിൽ ഷുഗർ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, ഫുള്ള് അല്ലാത്ത സാധനങ്ങളാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. എന്തായാലും എന്റെ അഫിക്കുട്ടൻ ഹാപ്പി അല്ലേ? ഈ അഫിന്റെ അല്ല, ഇത് സൽമാന്റെ വല്യമ്മന്റെ ആണ്. വല്യമ്മയാണ്. ഞങ്ങൾ ഇപ്പോഴത്തെ കൂടി കണ്ടിട്ടുള്ളത്. വല്യമ്മ എപ്പോഴും വരലില്ലേ? അഫി ഇതൊക്കെ പെട്ടിയിലെട്. അല്ല ഇതിൽ വളരെ കുറച്ച് തിരുമ്പാന്, ബാക്കിയൊക്കെ തിരുമ്പാ.
അഫിക്കുട്ടോ എന്താ രണ്ട് ഡൗസർ കിട്ടിയില്ലേ? പേരൊക്കെ ഫുൾ അലമ്പായി. ഇങ്ങോട്ട് നോക്ക്, റൂമൊക്കെ കിടക്കണം നോക്ക്. അഫീഫിന്റെ റൂം സ്റ്റോർ റൂമായി. ഇതിപ്പോ അടുത്ത് ഞാൻ എന്ത് ചെയ്യും, റൂം ഇവിടെ ഒരു ഇത് കൊടുക്കും, ത്രിഫ്റ്റിങ് അല്ലെങ്കിൽ യൂസ്ഡ് ഡ്രസ് പറഞ്ഞിട്ട് 1 ടൈം യൂസ് 2 ടൈം യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് മിക്കവാറും എന്ത് ചെയ്യും ഈ ഡ്രസ്സിൻ്റെ റൂം ഞാൻ ഇങ്ങനെ കച്ചവടമാക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ അത് ഏത് നാളെ എനിക്ക് ഇഷ്ടമുള്ള എടുത്തിട്ടോ പരിപാടിക്ക്. ഇതിട്ടോ നാളെ പരിപാടിക്ക് കൊല്ലത്തേക്കല്ലേ ചെതറാക്സ് മുതൽ പോവാ. ഇതിട്ടാ ചെതറാക്സ് എന്താ പടക്കോ? അത് പടക്കാട്ടോ. എനിക്കെന്റെ പടക്കത്തിന്റെ മണം കിട്ടുണ്ടോ? പടക്കല്ലേ പേഴ്സ്. എടാ ഈ പേഴ്സ് കഴിഞ്ഞതിന് 9 മാസം ഉണ്ട് ഇവിടെ തോന്നണ എല്ലായിടത്തും. പിന്നെ നമ്മള് പോകുമ്പോ എല്ലാം പൊറിക്കണതാ. ആ ജിമ്മിന്റെ പേഴ്സ് പോയിക്കണ്. വലിച്ചോ വലിച്ചോ. അപ്പം നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോണത് ഇതിൽ അവിചാരിതമായ ഒരു 3-4 പെട്ടി വന്ന് കാണും. 1 2 3 ഇതാരെ പൊട്ടിച്ചു നോക്കിയാ ഒരു അപ്പോൾ ജസ്റ്റ് വാ ക്ലോസ് വാ ജസ്റ്റ് ഡെമോ കാണിച്ചു തരാം. നമ്മൾ ഹിൻലേസിൻ്റെ കേട്ടോ. ഹിൻലേസ് എല്ലാവർക്കും പറഞ്ഞ പോലെ ടീഷർട്ട്സും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കുറേ ആയിട്ട് പ്ലാൻ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട് കിഡ്സിൻ്റെ പെർഫ്യൂം രസല്ലേ പ്രൊഡക്ഷനൊക്കെ തുടങ്ങണുള്ളൂ. അതിൻ്റെ ഹോട്ടലിൽ മൊത്തം ഊരും. അതടിക്കല്ലേ പെർഫ്യൂം ആയിട്ടില്ല കൺഫേം ആയിട്ടില്ല. അടിക്കല്ലേ എനിക്ക് പെർഫ്യൂമി കാണിച്ചു തരാം. സ്പ്രേ കാണിച്ചു തരാം. എന്ത് പെർഫ്യൂം ഇതൊക്കെ. ഇത് കുഞ്ഞു കുട്ടിയാക്കി കേട്ടോ. ഇത് ഫുള്ള് അല്ല സല്ലേ ഇത് ഫുള്ള് കുഞ്ഞു കുട്ടിയാക്കാട്ടാ. കുഞ്ഞു കുട്ടിയാക്ക് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്ത് നമ്മൾ ഇറക്കാൻ പോണ അല്ല സല്ലേ. നമ്മളെ ബ്രാൻഡിങ് ഒക്കെ ഉണ്ട്. കുറച്ചായതിമ ഇരിക്കണം, കുറേ ആയി, ഒരു കൊല്ലത്തിൻ്റെ അടുത്തായിരിക്കണം. ആ ഇട്ടിരുന്നു അല്ലേ അങ്ങനെയുണ്ട്. അത് രാത്രി കിടക്കുമ്പോൾ ഇടാൻ പറ്റിയാണ്. അറബി ലുക്കായി. ഇത് സ്പ്രേ കൺഫേം ആയിട്ടില്ല, അത് അടിക്കണ്ട. ഇത് കുട്ടികളെ നമ്മളെ ഈ പണ്ടത്തെ ഈ ഒരു പെന്നുണ്ടല്ലോ റബ്ബർ പെന്നിൻ്റെ ഒരു മണം ഉണ്ടല്ലോ, അങ്ങനത്തെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള സ്മെല്ലാണ്. വേറെ ഉണ്ട്. അപ്പോൾ അത് മാറ്റിയേക്ക്. ഇത് അങ്ങോട്ട് ചഞ്ഞി. അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു തരും കേട്ടോ വൈകാതെ. ഞങ്ങൾ വന്നപ്പം അതിന്റെ 2 കവറുണ്ട് താഴെ. ഞങ്ങൾ ഭയങ്കര പോയതേനി. അല്ല ദുബായിൽ നിന്ന് ഇത് പാക്ക് ചെയ്തപ്പോ ഒരു ഫുൾ പാക്കറ്റ് ഇനി ഇവിടെ എത്തിയപ്പം ഇങ്ങനെ ചെയ്യണം. ഇത് പൊളിച്ചതാരാ? ഇത് പൊളിച്ച ഞാൻ തന്നെ. എനിക്ക് ആവശ്യമുള്ള ഒരു സാധനം എടുക്കാൻ തന്നെ. ഞാനിത് പുതപ്പിട്ട് മൂടി. മുട്ടായി 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 ഇതൊക്കെ ഞാൻ ഓരി വെക്കട്ടോ. മുട്ടായി DTDC ചങ്ങായിക്ക് എന്തെങ്കിലും കൊടുക്കണം. അല്ല ഓന്നിട്ട് എല്ലാ സാധനവും ഇപ്പൊ അവിടെ കൊണ്ടുവരാൻ ആളില്ലല്ലോ. ഓ അത് അപ്പുറത്ത് കുടൂസ് കൊടുക്കും. കുടൂസ് ഈ കൊണ്ടുവരുന്ന ചങ്ങായിക്കും കാരണം എന്താ വെച്ചാൽ ഒരു ചെറിയ കത്ത് വന്നാലും വലിയ കത്ത് വന്നാലൊക്കെ DTDC-ക്കാർ കഷ്ടപ്പെടും കേട്ടോ. പാവുണ്ട്. DTDC-ക്കാർക്ക് ഡെയിലി പണിയുണ്ട് നമ്മളെ കൊണ്ട്. അതുകൊണ്ട് ഓൽക്കും കാര്യമാണ്. അങ്ങനെ വരില്ല ഒരു പരിക്ക് ഓഫീസ്ക്ക് വരുന്ന പോലെ. നന്നായി ഇഷ്ടപ്പെടും. എനിക്ക് ഇഷ്ടമാണ്. നമ്മളെ ഡ്രസ്സിൽ മുക്കിയ മണം അങ്ങനെ കിട്ടുമ്പോൾ കിട്ടുന്ന ഒരു ഇത് ഉണ്ടല്ലോ, ആ സന്തോഷം. നിങ്ങൾക്ക് ഒരു പാക്കറ്റ് സ്വർണ്ണം തന്നാൽ പോലും കൊണ്ടിട്ടില്ലോ. അതാണ് ഇതുവരെ ഉപയോഗിച്ചത്. ഇപ്പൊ തുടങ്ങിക്കോളി.
ഇത് ഈ സ്മെല്ല് കിട്ടണമെങ്കിൽ കിട്ടായില്ല. ഇത് നമ്മളമ്മമാർക്കൊക്കെ എന്താ വെച്ചാൽ അറബിന്റെ അയത്ത് മൂട്ടിൽ വരുമ്പോൾ ഒരു സന്തോഷം. അതല്ല RS പകരം DH വരണം, ദിർഹംസ്. AED വന്നിട്ട് വരുമ്പോ ഹാപ്പിനെസ്. ഒന്നാള് പാൽപ്പൊടി ഉണ്ടീനി, അത് കുറേ നിന്നു. ഹാപ്പിനെസ് അതില് ഭയങ്കര സന്തോഷം. ഇത് ചായ കൂട്ടാന് ഇപ്പച്ചിക്ക് തിന്നാൻ പാടില്ല കേട്ടോ. ഇങ്ങക്കും ഇത് ചായ കൂട്ടാന് ഇപ്പച്ചിക്കും ഉമ്മച്ചിക്കും ഇല്ല കേട്ടോ. ഇത് ഉമ്മച്ചിക്ക്. അപ്പൊ ഇത് ZXന്റെ വകോല് കൊടുത്താട്ടോ. വേഴ്സ Z4 ആയിട്ടുള്ള ഓലൊരു തുറന്ന വാച്ച്, സ്മാർട്ട് ആവും മുതല്. ഫോൺ എടുത്തിട്ട് ഇങ്ങനെ ഹലോ 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 പൂമുഖത്തേക്ക് ഒരു ബ്ലാക്ക് ഞാൻ വിളിക്കും. അപ്പൊ ജിമ്മത്തെ ബാവുക്കാന്റെ നല്ല കളറല്ലേ, ഞാൻ പറഞ്ഞു ബാവുക്കാനോട് അതല്ലേ അതിന് ബാവുക്കാനോട് പറഞ്ഞു നിങ്ങളെ വാച്ച് രസമുണ്ട് എന്നറിഞ്ഞോണ്ട്. മറക്കൂലടാ. അല്ല അതോ ഞാൻ മറന്നിട്ടില്ല. മറന്നോണ്ടി വിചാരിച്ചെടുത്തിഞ്ഞ് സാധനങ്ങളൊക്കെ അങ്ങോട്ട് വെച്ചാളി, ഇങ്ങോട്ട് വെച്ചാളി, ഇങ്ങോട്ട് വെച്ചാളി, ഇങ്ങോട്ട് നീങ്ങിയിരിക്കാൻ. മുട്ടായി, ചായക്കടി, പാരച്യൂട്ട് ബോഡി വാഷ്, പാരച്യൂട്ട് ബോഡി വാഷ്, പിസ്ത. ഇതിന്റെ വെല്ലിമ്മ ഇതൊക്കെ കാണാനിന്ന് ഇവിടെ ഉണ്ടെന്നുണ്ടല്ലോ. എൻ്റെ വെല്ലിമാക്കൊക്കെ എന്താ വെച്ചാൽ ഞാനൊന്ന് ഗൾഫിൽ പോയാൽ തന്നെ പണിയൊന്നും വേണ്ട, ഞാൻ ഗൾഫിൽ പോയിക്കണേ തന്നെ വെല്ലിമാക്ക് അത് വൻ വിജയമാവും. അതായത് വെല്ലിമ ഒരു അങ്ങാടിയിൽ ഒരു 15 ആളോട് പറയും അനൂട്ടൻ ഗൾഫിൽ പോയിട്ടോ. അങ്ങനത്തെ അതിർപ്പത്തിന്റെ അല്ല ഈ പോക്കിന് ആരും ഉണ്ടാവില്ല. സാനുവിനോട് ആദ്യമേ പറയും എവിടക്കുണ്ടെങ്കിലും വെല്ലിമാക്കും ഞാൻ ഇഞ്ച പൈസ അങ്ങനെ പറയാം. എവിടേക്ക് നിങ്ങൾ എങ്ങോട്ട് പ്ലാൻ ചെയ്യണമെങ്കിലും ഇനിയും കൂട്ടിക്കോ, പൈസ ഞാൻ തരാം. അങ്ങനെ വെല്ലിമ്മനെ ടിക്കറ്റ് എടുക്കും. ആണെങ്കിൽ ദുബായിക്ക് വെല്ലിമാനെ ഓല എടുത്തതില്ലേലും വെല്ലിമ്മനെ ടിക്കറ്റ് എടുത്ത് പോകുന്നു. എല്ലാരും ആണെങ്കിൽ എടുത്തുകൊണ്ടുപോകും. ഇതമ്മച്ചിക്ക് കത്രിക, ഗ്ലൂ, കുട്ടികൾക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനും ഇതിനൊക്കെ. ഇത് പെണ്ണ് ബനക്ക് കുളിച്ചാണ് കേട്ടോ. ഇടക്ക് കുളിച്ചല്ല ആ 3 ഇതില്ല പെന്നില്ല മൊബൈലും വെക്കാം. ഇപ്പച്ചിക്ക് ഞാനിവിടുന്ന് കുറെ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിലുണ്ട് ഇപ്പം അടുത്ത് ഇപ്പച്ചിന്റെ സ്കൂളിലത്തെ ഗ്രൂപ്പിലൊരു റീല് വൈറലായിട്ടുണ്ടോ. അതിൽ ഇപ്പച്ചി അങ്ങാടിന്ന് പറയാം, കുട്ടികളെ നിങ്ങൾക്ക് ഞാൻ നൽകാൻ പോകുന്ന സമ്മാനം. അപ്പം ഞാൻ എവിടെയോ കണ്ട് പരിചയമുള്ള സാധനം കേട്ടോ. അപ്പം ഇപ്പം എന്ത് ചെയ്തു, ആ സാധനം എല്ലാം തിരിപ്പിച്ചിരുന്നു. അപ്പൊ ഇപ്പച്ചി എന്ന് പറഞ്ഞാല് നമ്മളെ ലൈഫിൽ ഇത്രത്തോളം ജസ്റ്റ് കാട്ടിക്കോ കേട്ടോ. നമ്മളെ ലൈഫില് ഇപ്പച്ചിക്ക് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് പറഞ്ഞാണല്ലോ, അത് ഭയങ്കര ഇതാണ്. ഇപ്പച്ചി എന്ന് പറഞ്ഞാല് നമുക്ക് അത്രയും ഇഷ്ടം, ഒരു ഇത്ര സ്നേഹമുള്ള ഒരാള് അപ്പൊ വേറല്ല. അപ്പൊ ഇപ്പച്ചി തന്നെയുണ്ടല്ലോ ഇപ്പ ചായ കുടിച്ചാൻ പോയോ? ഇപ്പച്ചിക്ക് സീനായിക്കുണ്ടോ? 12 മണിക്കൊക്കെ നീച്ച ചായ കുടിച്ചു. നമ്മൾ പോയെന്ന് എന്തിനറിയോ? നമ്മൾ പോയെന്ന് എന്താണ് ചായ കുടിച്ചത് 1 മണിക്കൂർ 2 മണിക്കൂർ എന്ത് കഥ ഞങ്ങൾക്ക് ഇപ്പോൾ 12 മണിക്ക് 1 മണിക്ക് ഇവിടെ ചായ ഉണ്ടാക്കും. അതന്നെ അതിലുണ്ട് അതിർപ്പത്തിൽ കൊടുക്കണേ. ഇത് ഈ പെന്നെ 3-4 എടാ കണ്ടമാനം വാച്ച് ഫേസ് ഉണ്ടേ. നല്ല ക്ലാരിറ്റി ഉണ്ട് കേട്ടോ, നല്ല പിക്സൽ ക്ലാരിറ്റി ഉണ്ട്. ഇത് കുട്ടികളെ തീരുമാനം അതിർപ്പേക്കാരം കുട്ടികൾക്ക്. ഇതില് BP മോണിറ്റർ ചെയ്യാ, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള് എല്ലാം. ഹെൽമെറ്റിന് വെതർ, ബ്ലൂടൂത്ത്, ഹാർട്ട് ബീറ്റ് ഒക്കെ. എന്റെ ഹെൽമെറ്റിന് ഒരു കൂളിംഗ് ഗ്ലാസ് ഉണ്ടല്ലോ, ഇങ്ങനെ അതിനകത്തല്ലേ അത് ഞാൻ കാണിച്ചു കൊടുത്തത്. ഇങ്ങനെ സൗകര്യമുണ്ട്. ആ ഹെൽമെറ്റ് ഇപ്പൊ തൂത്തിക്കാണ്ട് ഇപ്പിയാണ് കൊണ്ടുപോണേ. സൗകര്യങ്ങൾ കാണിച്ചു കൊടുക്കണ്ട. എന്താണ് ചാർജർ ഉണ്ട് കേട്ടോ. അതിന് ആപ്പിളിന്റെ പോലെ തന്നെ അല്ലേ? ആപ്പിൾ ഇതേപോലെ കുത്തിച്ചിട്ട്. അപ്പൊ ഇത് അൽത്തമാമിന്റെ പ്രൊഡക്ഷൻ തന്നെ കേട്ടോ. ഒരുപാട് സന്തോഷം. ടീം ZXനാണ് ഈ താങ്ക്സ് കേട്ടോ. എല്ലാവർക്കും ജിമ്മിക്ക് ഫോൺ കൊടുത്തത് നമ്മള് ഐഫോൺ ചോക്ലേറ്റ്, വീണ്ടും ചായക്കടി 17 Pro Max അഫിക്ക്.
17 Pro Max. Assembled in California. സീൻ സാധന ഇത് പിന്നെ മതിയോ 16 Pro Max. ഇത് 70 Pro Max ചിദ്രാക്സ്. പുതിയ ഇതൊന്നുകൂടി മിനിയായോ പിന്നെ 70 Pro Max വലുപ്പം കൂടുമ്പോ ഇതിന്റെ Pro Max ചെറുതാവണമെന്ന്. അപ്പൊ 17 Pro Max കമ്പനി പോലും ചിന്തിക്കുന്നവർക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത കളറിലാണ് അൽത്തമാമത് ഇറക്കിക്കുന്നത് കേട്ടോ. വല്ലാത്ത ഡയലോഗ് അല്ലേ എല്ലാരും ഇടുന്നുണ്ട്. 17 Pro Max പക്ഷേ സ്റ്റാർട്ടാവും ഓണാക്ക് കൊച്ചൊക്കെ ചായ ഉണ്ടാക്കി കുടിച്ചു. വരിക വെൽക്കം ഇപ്പൊ എടാ ഒന്ന് മെല്ലെ ഫാൻ ഇട്ടോ. വെൽക്കം ജിംഷാ എന്താ പറയാ ഒരു സ്വിച്ചിൽ ഫാൻ ഇട്ടോ. മർഹബ ഹിന്ദിയിലോ വരിക ഹിന്ദിയില് മർജാവ് മെച്ചപ്പെട്ട മർജാവ് പറഞ്ഞിട്ട് ഹിന്ദിയിൽ മർജാവാണല്ലോ വെൽക്കം. ആ കൊന്നല്ലേ അഫീഫിന്റെ സ്കൂളിൽ മോദിയൊക്കെ അഫീഫിന്റെ സ്കൂളിൽ മോദിയൊക്കെ വന്ന രസമാവും. ഇതിലെന്താ പറയല് അഫീഫ് മർഗയാ മോദിജി മറണ്ട് മോദിജി. ആ അപ്പൊ തന്നെ CRPF ഒരു ബെഡിന് വെക്കും. ലേറ്റ് എത്തിയുണ്ടോ ഇനിയും അറിയില്ല. ആപ്പിൾ ഇന്റലിജൻസ് ആണോ വന്നത് പോയി പക്ഷേ 17 Pro Max. വരിക ഓയ് ഒരു ബിസ്ക്കറ്റ് വേണ്ട. ബിസ്ക്കറ്റ് വേണ്ട.